അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഇസ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനകത്ത് ഉള്ള റൂളിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ നോൺ ടെർമിനൽ ആയിരിക്കും LHSൽ ഉണ്ടാവുന്നത്. ഐ ഹോപ്പ് സോ നിങ്ങൾക്ക് ടെർമിനൽസ് നോൺ ടെർമിനൽസ് എന്താണെന്നുള്ളത് ഈ ഒരു സമയം കൊണ്ട് മനസ്സിലായെന്ന്. നോൺ ടെർമിനൽസ് ആർ റിപ്രസെൻറ്റഡ് ബൈ ദി ക്യാപിറ്റൽ ലെറ്റേഴ്സ്, അല്ലെങ്കിൽ അവരെ വേരിയബിൾസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. Okay, so non-terminals are represented by the capital letter, and again context free grammar എന്ന് പറയുന്നതും ഒരു ഫോർ ടപ്പിൾ ഗ്രാമർ ആണ്, where V stands for the non-terminal, T stands for the terminal, S is the start symbol and P is the production. So usually നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, ഡിസൈൻ എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഫോർ എ പെർട്ടിക്കുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അതൊരു വളരെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സോ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സിമ്പിൾസ് പറയുമ്പോഴത്തേനും നമ്മളുടെ LHS ആൻഡ് RHS എന്താണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. LHS വിൽ ബി വൺ സിമ്പിൾ ദാറ്റ് ഈസ് എ non-terminal, where this can be a combination of terminals and non-terminals, right? Okay. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഫോർ ദ ലാംഗ്വേജ് A⁻n B⁻n. സോ A⁻n B⁻n നമുക്ക് വരുന്ന ടെർമിനൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് A, B. ദാറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ഫ്രം ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്. ഇനി ഇതിന് ഞാൻ എങ്ങനെ ഒരു പ്രൊഡക്ഷൻ റൂൾ എഴുതും? A⁻n B⁻n എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് എത്ര പ്രാവശ്യം ഞാൻ എൻ്റെ പ്രൊഡക്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ നമ്പർ ഓഫ് A's ആൻഡ് B's ആയിരിക്കും എന്നുള്ളത്. സോ ഇഫ് ഐ എം റൈറ്റിംഗ് ASB എന്നിട്ട് ഈ ഒരു എസ്സിനെ ഞാൻ വീണ്ടും എന്താ AB വെച്ച് റീപ്ലേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. അപ്പം എൻ്റെ എസ് ഞാനിപ്പോൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ASB ആണെന്ന് മനസ്സിലായി. എസ് എന്താണ്? AABB. ഇപ്പം വീണ്ടും ഞാൻ എത്ര പ്രാവശ്യം എസ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യലി സെയിം ലെങ്ത്തിലായിരിക്കും Aയും Bയും കൂടുന്നത്. സോ അങ്ങനെയാണ് നിങ്ങൾ പ്രൊഡക്ഷൻ എഴുതേണ്ടത്. ഹൗ യു വിൽ ബി ഫ്രെയിമിങ് ദ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്കുള്ള നോൺ ടെർമിനൽ ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് S. വാട്ട് ഈസ് ആ സ്റ്റാർട്ട് സിമ്പിൾ അഗൈൻ? S. സോ ഈ ഒരു സംഭവത്തിനെ വി ക്യാൻ റൈറ്റ് ദിസ് ഗ്രാമർ ഇൻ ദ ഫോളോയിങ് ഫോംസ്. ദാറ്റ് ഈസ് G is equal to S A, B, start symbol, S gives ASB, S gives AB. So this is how you answer a designer CFG question. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഡിഫറൻസ് ആണുള്ളത്. AN BN +1. അതായത് എൻ്റെ A കൂടുന്നതിനനുസരിച്ച് +1 ആയിട്ടായിരിക്കും എൻ്റെ B ഇവിടെ കൂടുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി S gives ASB എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ബി ഗിവിങ് SSB. കാരണം എന്താണ്? ഇപ്പം എനിക്ക് SABB എനിക്ക് ആദ്യത്തെ സ്ട്രിങ് കിട്ടും, AABBB രണ്ടാമത്തെ സ്ട്രിങ് കിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. സോ ദിസ് വിൽ ബി ആർ പ്രൊഡക്ഷൻ. അപ്പം നിങ്ങൾക്ക് തോന്നും എങ്ങനെയാണ് ഞാൻ പ്രൊഡക്ഷൻ എഴുതുക എങ്ങനെ? അതിനൊരു മെത്തേഡൊന്നുമില്ല, ബേസിക്കലി ലോജിക്ക് വെച്ചിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ വൈൽ വി ആർ റൈറ്റിംഗ് ദ ഗ്രാമർ, ദ നോൺ ടെർമിനൽസ് വിൽ ബി only S, terminal will be A, B. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് Aയും B. Our start symbol will be S and the production will be S gives ASB bar B. അടുത്ത ക്വസ്റ്റ്യൻ, we have to design a CFG which generates palindromes. പാലിൻഡ്രോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പം ഞാനിവിടെ ഒരു 0 ആൻഡ് വിത്ത് ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ്സ് 0 and 1 ദാറ്റ് ഇസ് കമ്മിങ് ഇൻ ടു പ്ലേ. 0 and 1 എന്ന് പറയുമ്പോഴത്തേനും if I am having 0 1 0 that is a palindrome, 1 0 1 is a palindrome, 1 0 1 0 1 is a palindrome, 0 0 0 0 is a palindrome. അപ്പം ഇതിനെ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ഷൻ റൂൾസ് ഒന്ന് ആലോചിച്ചേ. S gives 0 S 0 പറ്റുമല്ലോ. ഇവിടെ ഇപ്പോൾ എസ്സിനെ എനിക്ക് 1 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 S 0 പോസിബിലിറ്റിയാണ്. 1 S 1 അതൊരു പോസിബിലിറ്റി ആണല്ലോ. 1 S 1 ഇട്ടിട്ട് ഇവിടെ വീണ്ടും എസ്സിന് ഞാൻ 0 S
0 1 എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് കൊടുക്കാം. വീണ്ടും എസ്സിന് എനിക്ക് 1 or 0 കൊടുത്തേച്ചാൽ മതി. സോ ഇഫ് എസ് 1 or 0 എന്നും വന്നില്ലെങ്കിലും ഐ ക്യാൻ ഗിവ് നൾ. ഇങ്ങനെ നിങ്ങളൊരു 2-3 എക്സാമ്പിൾ എടുത്തിട്ട് അതിനോട് പ്രൊഡക്ഷനെ മാപ്പ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് യൂഷ്വലി ഒരു 3 മാർക്കിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ദീസ് ആർ ദ പ്രൊഡക്ഷൻസ് വി ഹാവ്. സോ വി ക്യാൻ റൈറ്റ് എ ഗ്രാമർ ആസ് what is my non-terminal here? That's S. My alphabets അല്ലെങ്കിൽ my terminals 0,1 ആണ്. Start symbol is S. Production is S gives 0 is 0, 1 is 1, 0, 1. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ചിലപ്പം ചില ടെക്സ്റ്റ് ബുക്സിൽ കൊടുക്കുമ്പോൾ പിയും എസിൻ്റെയും പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം.